നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ സാന്റ് ജോൺ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സാഞ്ചോപുരം പള്ളി ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് അരൂർ സബ് ഇൻസ്പെക്ടർ എസ് ഗീതുമോൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അരൂർ സാഞ്ചോപുരം പള്ളി അങ്കണത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സൺഡേ ക്ലാസിന്റെ വാർഷിക PTA മീറ്റിംഗിനോടനുബന്ധിച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സാഞ്ചോപുരം പള്ളി വികാരി ഫാദർ ജോഷി ഏലാശ്ശേരി സ്വാഗതം ആശംസിച്ചു. മുതിർന്നവർക്കുള്ള ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും അതിൻ്റെ സങ്കീർണത എന്താണെന്നും ഒക്കെ നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയുന്നുണ്ട്. നമ്മളുടെ ഇവിടുത്തെ നിയമപാലകരാണ് ഇന്ന് നമ്മളോടുകൂടെയുള്ളത്. നമുക്ക് നല്ലൊരു കൈഡി കൊടുത്ത് നടത്തി സ്വീകരിക്കാം. അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഗീതുമോൾ ക്ലാസ് നയിച്ചു. ലഹരി നിർമ്മാർജ്ജനം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടതെന്ന് ഗീതുമോൾ ആഹ്വാനം ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുമക്കളെ വളർന്നു വരുന്ന സമൂഹവും സാഹചര്യവും വളരെ വിപത്തേറിയതാണ്. അപ്പൊ അതിലേക്കായി എന്തെങ്കിലും കുറച്ച് വാക്കുകൾ സംസാരിക്കണമെന്ന് എന്നോട് അച്ഛൻ വന്ന് കണ്ടു പറഞ്ഞിരുന്നു. നാളെ എന്താകും എന്ന് എല്ലാവർക്കും ആശങ്കയോടെയാണ് നമ്മൾ പോകുന്നത്, ഞാൻ ഉൾപ്പെടെ. മക്കൾ എങ്ങനെയാണ് വളർന്നത്, ഏത് സാഹചര്യം, ഏത് സമൂഹത്തിലേക്കാണ് നമ്മൾ അവരെ ഇറക്കി വിടുന്നത്. നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യം. അന്ന് കറണ്ട് ഇല്ലായിരുന്നു, TV ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് മക്കള് ജനിച്ച് വീഴുന്നത് തന്നെ ഫോണിന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്ക്. അതില്ലാത്ത ഒരു കളി ഇല്ല. ഇവൻ 2 വയസ്സുള്ള 1 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും അവന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ യൂട്യൂബിൽ എടുത്ത് വെച്ചിട്ട് അവന്റെ കയ്യിൽ അങ്ങോട്ട് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവന്റെ വായ തുറക്കും അല്ലേ. ഫോണിലാണെങ്കിലും പാരന്റ് കൺട്രോൾ ഉണ്ട്, ശ്രദ്ധിക്കാറില്ല, ആരും ചെയ്യാറുമില്ല. മക്കള് ആദ്യം ചെറിയ യൂട്യൂബുകൾ കാണും, വീഡിയോസ് കാണും, പിന്നെ അതിൽ അങ്ങോട്ട് അവര് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് 10-20 വയസ്സിലൊക്കെ പഠിച്ച കാര്യം അവർ 5-6 വയസ്സിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല അവർ ചിന്തിക്കുക. ഒരേ സമയം നല്ലതും ചിന്തിക്കുന്നുണ്ട്, ദോഷമായ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളാരും അറിയുന്നില്ല. കുഞ്ഞുനാളിൽ ശീലിക്കുന്നതാണ് ഞാൻ ഉൾപ്പെടെ വരുന്ന സമൂഹം പഠിച്ചു വരുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഒന്നിന്റെ മക്കൾ ഉറങ്ങിക്കാണും, ഇല്ലെങ്കിൽ അവരുറങ്ങാനുള്ള തത്രപ്പാട് ബെഡിലേക്ക് കിടക്കുമായിരിക്കും. എനിക്ക് പോയിട്ട് ഞാൻ 10 മണിക്കാണ് എത്തുന്നതെങ്കിൽ നാളത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിലെ എല്ലാ പാരൻസും മക്കൾക്ക് വേണ്ടി ഇച്ചിരി സമയം കണ്ടെത്താം. മിനിമം 1 മണിക്കൂർ പോലും അവരോട് സംസാരിക്കാൻ സ്പെൻഡ് ചെയ്യാൻ 1 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്താൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്ന് മാറ്റി കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും ഗെയിംസിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കാനോ ഗ്രാൻഡ് പാരൻസ് കൊണ്ടുവന്നിരിക്കട്ടെ, അവര് ഫോണിൽ നിന്ന് കുറച്ചുകൂടെ മാറും. പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാഴ്ച, ഇതിനകത്ത് വ്യത്യസ്തമായി ചെയ്യുന്നവരുണ്ടാകാം, പക്ഷെ കണ്ടുവരുന്ന സാഹചര്യം എന്താണ്? TV ഇട്ട് കൊടുത്താൽ കുഞ്ഞുമക്കൾ അവിടെ ഇരുന്നോളൂ. ക്ലാസിനെ തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ഹെഡ് മിസ്റ്റർ ഷബിത, അധ്യാപിക സീന സോജി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. നിരവധി രക്ഷകർത്താക്കളും ഇടവകാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. പരിചയക്കാരെയും ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനായി ഞാൻ പ്രേരിപ്പിക്കും. ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്താൽ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കും.